അവനവിടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഫുട്ബോൾ കളിക്കണം. ഓ ഡിമാർക്കോ, നൈസ് ഷോട്ട്. ശരിക്കും ഇറ്റലിയുടെ കളി വരുമ്പോ ഇറ്റലി നൈസായിട്ട് കളിക്കുന്നതാണ്. അയ്യ ലമീൻ യമാൽ ഫോർ സ്പെയിൻ. അടി. ഓ പ്ലേഡാ പ്ലേ. ഓ ഉഗ്രം പാസ്. ഓ ഗൈസ്, അങ്ങനെ UEFA യൂറോ 2024 നെക്സ്റ്റ് ബിഗ് ഗെയിം. ആദ്യം നമ്മൾ ഓൾറെഡി ഒരു ഗെയിം പ്ലേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അതിൽ ജർമ്മനി ജയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ചില കമൻസ് ഒക്കെ ഞാൻ കണ്ടു, ബ്രോ എവിടെ ഗെയിം പ്ലേ വീഡിയോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് ബിഗ് ഗെയിം വരണമല്ലോ. അപ്പോൾ സ്പെയിൻ വേഴ്സസ് ഇറ്റലിയാണ് അടുത്ത ബിഗ് ഗെയിം. നമ്മൾ കളിച്ച് നോക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എന്താ റിസൾട്ട് എന്നല്ലേ. അപ്പോൾ ഈ ഗെയിമിൻ്റെ റിസൾട്ട് എന്താണോ അതായിരിക്കും നമ്മുടെ പ്രഡിക്ഷൻ. ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരിക്കും. ഞാനുണ്ട്, എൻ്റെ കൂടെ കിരണാണ് എതിരാളിയായിട്ട്. ഹൈ പറ. ഹായ്. ഞാൻ സ്പെയിൻ, അവൻ ഇറ്റലി. ലെറ്റ്സ് ഗോ. ബെർലിനാണ് കളി. ബെർലിനാണോ? ബെർലിൻ. ആരാധകരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ടീമിലുണ്ടോ? ആ ഒയാർ സബാലിനൊക്കെ കണ്ടിരുന്നു. ഉണ്ടായില്ലല്ലോ സ്റ്റാർട്ടിങ്ങിലാണ്. എനിക്കറിയില്ല കേട്ടോ. സ്പെയിൻ നല്ല അടിപൊളി യങ് സ്ക്വാഡാണ് സ്പെയിൻ്റെ ഇപ്രാവശ്യം. ആൻഡ് കളി തുടങ്ങുന്ന ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് സോഫാർ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ടൂർണമെൻറ്റിനെ പറ്റി തോന്നുന്നത്, ആര് കപ്പടിക്കുമെന്നാണ് തോന്നുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് ടീം, ഈ സംഭവങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. സ്പെയിൻ വേഴ്സസ് ഇറ്റലി UEFA യൂറോ 2024. കമാൺ. പെഡ്രി ഉണ്ടല്ലേ? പെഡ്രി ഇല്ലേ ശരിക്കും ടീമിൽ? ഉണ്ട്. ഇതിൽ സ്ക്വാഡ് എല്ലാം അപ്ഡേറ്റഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതേ പോണ് കിയേസ. പിടിക്കടാ. അതെന്താ അവിടെ ആരുമില്ലേ? ഓഫ് സൈഡ്. ആദ്യം തന്നെ ഒരു ഓഫ് സൈഡാണ് സുഹൃത്തുക്കളെ. ഞാൻ തീരെ പൊസിഷനിങ് ഇല്ല കേട്ടോ. എടാ അടിച്ചു കളയില്ല, അത് കാണണ്ട്. സോറി. ഞാൻ യമീൻ യമാലല്ലേ അവൻ്റെ പേര്? ലമീൻ യമാൽ. 16 വയസ്സുള്ള അവൻ ഇറക്കിയിട്ടുണ്ട്. പാവം ഹോംവർക്കാനുള്ള ബുക്കൊക്കെ ആയിട്ടാണ് യൂറോ കളിക്കാൻ വന്നേക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. കാര്യം അവൻ പഠിച്ചുകൊണ്ടിരിക്കണം, അവൻ ആ പ്രായമുള്ളൂ. നമ്മളൊക്കെ 16-ാം വയസ്സിലും ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. 30-ാം വയസ്സിലും ഗെയിം കളിച്ചോണ്ടിരിക്കും. അവനവിടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഫുട്ബോൾ കളിക്കണം. ഓ ഡിമാർക്കോ, നൈസ് ഷോട്ട്. ഡിമാർക്കോ ഡിസപ്പോയിന്റഡ്. ഡിമാർക്കോ ഫസ്റ്റ് കളിയിൽ അവൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് ഗോൾ പോയപ്പോൾ പുള്ളി ഭയങ്കര സങ്കടപ്പെട്ട്. ആണല്ലേ? പക്ഷെ അപ്പം തന്നെ തിരിച്ചടിച്ച് ഇറ്റലി. ഫസ്റ്റ് കോർണർ അല്ലേ? അതെ, ഫസ്റ്റ് കോർണർ ഓഫ് ദ ഗെയിം. കൊള്ളാം. എൻ്റെ ഹെഡ് ചെയ്യാൻ മറ്റേ യമാലാണ് നിൽക്കണം. ഓ മെറീനോ, അടിപൊളി ക്ലിയറൻസ്. സ്പെയിൻ ഇതുവരെ അറ്റാക്ക് പോയിട്ടില്ലട്ടാ. ഇറ്റലി അന്യായ ഹോൾഡിങ്. ഓൾമോ ഇല്ലേ? ഒയാർസബാൽ. അടിമോനെ പെഡ്രി. ഓ ഫസ്റ്റ് ഷോട്ട് സ്പെയിൻ്റെ. ആരില്ലെന്ന് ചോദിച്ചേ? ഓൾമോയാ? ഡാനി ഓൾമോനെ ഇറക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ സബ് വെച്ചേക്കണേ. ഓടടാ ഡിമാർക്കോ. ബോൾ ഉഗ്രം ബോൾ കേട്ടാ. കറക്റ്റ് മിസ് പാസ് കിയോസ. യമീൻ യമാൽ അല്ല ലമീൻ യമാൽ കളഞ്ഞ്. ഓ കിട്ടി. എടാ വട. ഓ ഉഗ്രം പാസ്. ഓ എന്താ മോനെ ഷോട്ട്. മൊറാട്ട. ശരിക്കും മൊറാട്ട ഇങ്ങനെ ഒന്നും അടിക്കില്ലട്ടാ. ശരിക്കും സ്റ്റണ്ണിങ്. ലെഫ്റ്റിന്, അത് ലെഫ്റ്റിന് ഉഗ്രനടി. ഡോണറുമ കിട്ടിയില്ല. ഡൊണ്ണാറുമ ലമീൻ യമാലാണ് പാസ് ഉണ്ടായിരുന്നു, അല്ല പറയണ്ടായിരുന്നു. ഡൊണ്ണാറുമ ഡിസപ്പോയിന്റഡ് ആയി പോയി. കമോൺ ഗൈസ്. അൽവാരോ മൊറാട്ട 19-ാം മിനിറ്റിൽ സ്പെയിനിന് വേണ്ടി ഗോൾ നേടിയിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. എന്താണ് ഇറ്റലിയുടെ മറുപടി? കിയേസയുടെ മിസ് പാസ്. അതെ, ഒന്നോ ഓടട സ്പീഡില്
പിടി പിടി പിടി. ഓ നിനക്ക് ബസ്റ്റോണി ഉണ്ടല്ലേ ഡിഫൻസ്. ബസ്റ്റോണി സെന്റർ ബാക്കാണ് മോനെ. എവിടെ പോയി നിൽക്കണം? ലമീൻ യമാൽ. ഓ വാടാ പയ്യൻ കളി ഇത്. അവന് സ്പീഡ് കൂടുതലാ ആണല്ലേ. മൊറാട്ട കിട്ടിയില്ല. ഇപ്പൊ അന്നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എനിക്ക് പ്ലേയേഴ്സ് ഇല്ലേ എവിടെ? എല്ലാരും കേറിയൊക്കെ ലോങ് ബോളുകളി. എടാ വാടാ എല്ലാരും വാടാ. കിട്ടി 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 ഹെഡ്. ആ കിട്ടി. ഓ ഇല്ല. അല്ലോ ആളില്ല. കർവഹാൾ. എടാ അവിടെ ആളുണ്ടായല്ലേ, കണ്ടില്ല, സോറി. ഓ മൊറാട്ട ഒറ്റക്ക് പോലെ സൈഡിൽ കൊടു. കർവഹാൾ. ഓടാ അവൻ കൊള്ളാട്ടോ ലമീൻ യമാൽ. ഓ വൈസ് ബൈ ദ വൈ ആ ടർക്കിയുടെ കളിയിൽ അർദ്ധ ഗോളർ അടിച്ച ഗോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മിസ്. അത് കിട്ടില്ല കളിയായിരുന്നു കേട്ടോ. ബെസ്റ്റ് കളി സോഫാർ. ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അവനുണ്ട്. അവന്റെ നല്ലൊരു അംബീഷൻ ഉണ്ട് അവന്റെ കളിയിൽ. അവനും ഫ്ലോറിയൻ വിയറ്റ്സ് ജർമ്മനിയുടെ. അവനും അടിപൊളി കളിയാ. കിട്ടില്ല. ചീപ്പ് കോർണർ ഗിവൺ അവേ ബൈ ബസ്റ്റോണി. ഞാനൊന്ന് പരാജയമാണല്ലേ. അയ്യോ. ഓ ഡോണർമോ. ഗ്രേറ്റ് ക്യാച്ച് ബൈ ഡോണർമോ. ആർക്കാണ് ഡോണർമോ? നേരത്തെ ഞെക്കി വെച്ചതുകൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊരു ഇതായി പോയി, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായി പോയി. എടാ ആ മുടിയുള്ളതിൻ്റെ പേരെന്താന്ന്? കുക്കുറല്ല. പിടിമോനെ പോണു. കിട്ടി. ഓ സിമോൺ. ടച്ച്, ഗ്രേറ്റ് ടച്ച്. നൈസ് ഷോട്ടായിരുന്നു. കിടു ഷോട്ടായിരുന്നു. കിയസ് അല്ലേ? കിയസ് ഒന്നുമല്ല, കിയസ് ഇപ്പുറത്ത് പിന്നല്ലേ. പിന്നെ ആരടിച്ചത്? കിയസാണ് അടിച്ചത്. നൈസ് സിമോൺ. വെൽ ഡൺ മൈ ബോയ്. ഓ അത് ഹെഡ് കിട്ടി. ഓ ഫാൻസ് നിരാശനം. ശരിക്കും ഇറ്റലിയുടെ കളി വരുമ്പോ ഇറ്റലി നൈസായിട്ട് കളിക്കുന്നതാണ്. അത് പോയാനുണ്ട് കോച്ച്. ഇത് സ്പെയിൻ്റെ കോച്ചല്ലേ? അത് ആണെന്ന് തോന്നുന്നുണ്ടോ, അറിയില്ല. ലപ്പോർട്ട്. അങ്ങനെ റോഡിന് എവിടെ നിന്ന് വെച്ച് കളയല്ലേ. ഗുഡ് പാസറാ. ഓ ലമീൻ യമാൽ കമോണ്ടറാ. എടുത്തിട്ട് കളയല്ലേ. ക്രോസ്. ഓ യാർസബാലിന് കിട്ടിയില്ല. പോണ കൗണ്ടർ. കർവാളവിടെ. ഓ റോഡ്രി കമോണ്ടറാ. ചെറുക്കന് ഓടിക്കല്ലേ, അവനെ ഓടിക്കല്ലേ. അവന് ഓടാൻ കിട്ടാനുള്ള. അയ്യ ലമീൻ യമാൽ ഫോർ സ്പെയിൻ. അടി. ഫിനിഷ് ചെയ്തില്ലടാ. ഫിനിഷിങ് പോലെ പഠിച്ചു തന്നെയല്ലേ ഉള്ളൂ. സീമാറിയനെ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീർന്നപ്പോൾ 1-0 എസ്പാന്യ മുന്നിലാണ്. ഓ നിനക്ക് ഡ്രിബിൾ അക്യുറസി റേറ്റ് 98%, എനിക്ക് 85%. ഷോട്ട് അക്യുറസി 80, നിനക്ക് 50%. ഞാൻ അധികം ഷോട്ട് അടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ എന്താണെന്ന് നോക്കാം. ഓഫ് ടു സെക്കൻഡ് ഹാഫ് ആക്ഷൻ. സ്പെയിൻ വേഴ്സസ് ഇറ്റലി. ലെറ്റ്സ് ഗോ. റൗണ്ട് ഓഫ് 16 തുടങ്ങി നമ്മൾ എല്ലാ കളിയും ഗെയിം പ്ലേ കൊണ്ടുവരുമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണം. നോക്കാം. കൊടുക്കടാ. അയ്യേ കുക്കുറെല്ലാം കിട്ടിയില്ല. ദേ പോണ്. പെല്ലിഗ്രിനി. ഡി ലോറൻസോ. കർവാഹാൾ ടു ദ റെസ്ക്യൂ. കമോൺ ലമീൻ യമാൽ വൺസ് അഗൈൻ. കൊടുക്കുമോനെ. അൽവാരോ മൊറാട്ട. ഓ നല്ലൊരു. എടാ റീപ്ലേ അടിച്ചോളല്ലോ കേട്ടോ. അടിച്ചോളാം. ഇപ്പൊ റീപ്ലേ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല. ഓക്കെ നോക്കാം.
പിടിച്ചോ പിടിച്ചോ. കുക്കുറല്ലക്ക് കിട്ടിയില്ല. ഞാനത് കിട്ടൂന്ന് പ്രതീക്ഷിച്ചില്ല. അത് കിട്ടിയെങ്കിൽ അത് ഗോളായിരുന്നു. പിന്നെ കിയസ് ഓടിയാ കിട്ടൂല. കിയസ് എന്താ സ്പീഡല്ലേ. അയ്യോ കർവാലിനെ കടന്നുപോയി. അല്ലോ ആരുമില്ല. പിടി പിടി. ആ അവനല്ല മറ്റവനോട് കിട്ടി കിട്ടി. എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കട്ടെ. നിൻ്റെ ആണോ ആർട്ടോക്ക്? ആ നിൻ്റെ അത്. ഒരു ഗോളിൽ സ്പെയിൻ മുന്നിൽ തുടരുകയാണ്. ഓ മിസ് പാസ്. ഞാൻ കിട്ടണെല്ലാം നേരത്തെ പ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കാൻ കിട്ടിയില്ലടാ. യമാൽ കമോൺട്രാ. യമാലെ മോനെ ഓർഡർ. ഓ പ്ലേടാ പ്ലേ. സ്പെയിൻ സീൻ കളിയാട്ടാ. കർവഹാൽ സേഫ് ടേക്ക്. റോഡ്രിൻ്റെ കാണിയാണ്. കർവാല കടന്നുപോയി. യമാലിനോട് അതെന്നെ കളി. വാ മൊറാട്ട. ഓ ഇല്ല. പാസ് കൊടുത്താൽ മതി. ഞാൻ പെട്ടെന്ന് ആവേശം കൂടി പോയി ഗൈസ്. ഡിമാർക്കോ. കിയേഴ്സ് എവിടെ? കിയേഴ്സിനെ കാണാനില്ല. ലെഫ്റ്റ് കളിയാണ്. ശരിക്കും റൈറ്റ് കളിച്ചെന്നുണ്ടോ കഴിഞ്ഞ കളിയിൽ? അല്ലല്ല. ഞാൻ ഗോളാന്ന് വിചാരിച്ചേട്ടാ. ഇല്ലല്ല, യമാലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടില്ല. എനിക്ക് തോന്നുന്നു റൈറ്റ് ലെഫ്റ്റ് കളിച്ചത് വില്യംസ് ആണ് സ്റ്റാർട്ടിംഗ് ലെവനില്. ഞാൻ എന്തായാലും നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ കുറച്ച് മാറ്റം വരുത്താൻ പോകണം. നമുക്ക് ഓൾമോനെ കയറ്റാം. ജോസയിൽ ഇറങ്ങാറായിട്ടില്ല. മിഡ്ഫീൽഡ് ഇല്ല, മിഡ്ഫീൽഡ് സെറ്റാണ്. കുക്കുറല്ലാണ് അവനെ കുറച്ച് കഴിയുമ്പോൾ മാറ്റാം. കളിച്ചോട്ടെ, അത് മതി. ലെഫ്റ്റ് മാത്രമേ കളിക്കുള്ളൂ, റൈറ്റ് വിങ് കളിക്കില്ല. റൈറ്റ് വിങ് കളിക്കില്ല. സമാക്ക ഉണ്ടല്ലേ, കുഴപ്പമില്ല. കളിച്ചോ. ലെറ്റ്സ് ഗോ. സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്താ? വീണ്ടും പാസ് ചെയ്ത് പോയായിരുന്നു കേട്ടോ. ആണല്ലേ, 2 ദിവസമായില്ലേ കളിച്ചിട്ട്, ടച്ച് കിട്ടണതാ. കമോൺ. സോറി, ഇതൊന്നുമില്ല. ലാമീൻ യമാലിന്റെ ഡിഫൻസ് നിർത്തിയേക്കണം. കളമോനെ അവൻ തന്നെ കിട്ടുമല്ലോ. പിടി നൈസ് സിമോൺ. കമോൺ, കേറാം എല്ലാവരും കയറാം. 71 മിനിറ്റായി. എല്ലാവരും എന്നെ നോക്കിക്കണം. കൊടു ഡിമാർക്കോനെ വിടല്ലേ. റോഡ്രിയുടെ കളി ഓടിക്കേറുമോനെ. ഓൾമോ ഇപ്പൊ വന്നുള്ള ഒരു എനർജി ഇല്ലല്ലോ. എന്റെ ഫോൺ ചൂണ്ടിക്കൊണ്ടുപോയി കാലേന്ന്. പാസ് ചെയ്യടാ. മൊറാട്ടോ ആ ഗോളടിച്ചല്ലാണ്ട് പിന്നെ ശരിയാണില്ല കേട്ടാ. യമാൽ മോനെ ഓർഡർ യമാൽ ഓർഡർ. പോസ്റ്റ് ശരിയായില്ല. അങ്ങനെ കുറച്ച് ആവേശം കൂടി പോയി. കിട്ടി യമാൽ അടിയടാ. കിട്ടി.
കേസ ഓടിപ്പോണട പിടിയടാ. ഡിമാർക്ക് വെറുതെ ഓവറാക്കാണല്ലോ. ഓ കട്ട മിസ് പാസ് എല്ലാം കൂടി. മോനെ കുക്കുറല്ല കൊടു. എന്നിട്ട് ഞാൻ അടിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ത്രോ കമോൺ. കുക്കുറല്ല ക്ഷീണിച്ചല്ലോ. ജമാൽ. ഓ ഹെഡ് ചെയ്യാൻ കിട്ടും. ചെയ്തവൻ അവനല്ല, ഞാൻ തന്നെ ചെയ്ത് കൊടുത്താന്ന് തോന്നുന്നു. ജമാലിനെ പൊതിഞ്ഞളഞ്ഞു. ഓൾമോ എടാ മൊറാട്ടയിട്ട് കിടന്നത്. സ്റ്റോപ്പേജ് ടൈം ആയാ? സ്റ്റോപ്പേജ് ടൈമായി. പോണു ഡിമാർക്കോണോ? എടാ പൊസിഷനിലേക്ക് വാ, ദൈവത്തോർത്ത്. കിയേസക്ക് ഒരു ചാൻസ്, അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. 1 ചാൻസ് ഫോർ കിയേസ. ലെഫ്റ്റ് വിങ്ങിൽ കർലറടിച്ച കിയേസ കർലറടിച്ച ഗോളാണ്. ദ ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിം. അവസാനത്തെ ചാൻസിൽ അതെന്താ അടി. ഒന്നും പറയില്ലത്. നൈസിമോൺ അത്രയും നേരം ഡിഫെൻഡ് ചെയ്തിരുന്ന സ്പെയിൻ്റെ നെഞ്ചത്തേക്ക് കൊടുത്ത സ്ട്രൈക്ക് ഫ്രം ഹിയേസ. ഇത് കഴിഞ്ഞു, ടച്ച് എടുക്കുന്നു, ഗെയിം തീരുന്നു. സൂപ്പർ ഗെയിം ആയിരുന്നു. ഇതുപോലൊരു സൂപ്പർ ഗെയിം തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ അല്ലേ? പക്ഷെ ശരിക്കും എനിക്ക് ഇറ്റലി ജയിക്കുന്നു. ആണോ? ശരിയാ, കഴിഞ്ഞ ഇറ്റലിയുടെ ഒരു ഗെയിം പ്ലേ വെച്ച് നോക്കിയിട്ട് ബരലടിച്ച ഗോള് കിട്ടില്ല വരുന്നു. ക്രൊയേഷ്യനെ ഒരു 3-0 സ്പെയിൻ തോപ്പിച്ചെങ്കിലും ഒരു കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇറ്റലിയുടെ ജർമ്മനിയുടെ കളി ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. നമ്മൾ ആക്ച്വലി ഇന്ന് ഈ ഗെയിം പ്ലേ വീഡിയോ എടുക്കുന്ന ദിവസം ജർമ്മനി ഹംഗറി കളിയുണ്ട്. അത് കാണുന്നതിനടുത്തത്. എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ. നല്ലൊരു യൂറോ ടൂർണമെൻറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ മൊത്തത്തിൽ യൂറോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ഗെയിം പ്ലേ വീഡിയോയിൽ കാണാം അല്ലേ? എത്രാമത്തെ മിനിറ്റിലടിച്ചത്? എടാ ലാസ്റ്റ് ഇഞ്ചറി ടൈം 90+2 +2 അടിച്ചത്. ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിം ആയിരുന്നു അത്. വീഡിയോ കാണുന്നവർ ലാസ്റ്റ് വരെ കണ്ടാലേ ഗോൾ കാണാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടത് നിങ്ങൾ അടിപൊളിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ഗെയിം പ്ലേ വീഡിയോ കാണാം. എൻജോയ്.